ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ആക്ച്വലി ഇതെൻ്റെ സെക്കൻഡ് റെക്കോർഡിംഗ് ആണെന്ന്. ഓക്കെ, ഞാൻ ആദ്യം ചെയ്ത റെക്കോർഡിംഗ് ക്യാമറ എന്താ പറ്റിയത് എനിക്കറിയില്ല, ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു പോർഷൻ മാത്രം കാണണ്ടായിരുന്നു, അപ്പോൾ ബാക്കി കാർഡ് വെച്ച് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഞാനതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. രണ്ട് റെക്കോർഡിങ്ങും ഞാൻ ഒന്നിച്ച് ചെയ്താണ്. റിലേഷൻഷിപ്പ് റെക്കോർഡിങ്ങും ഇതും ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കണ്ടു നോക്കുമ്പോഴാണ് ഫുൾ എനിക്ക് വീഡിയോയെ നേരെ വന്നിട്ടില്ല. എല്ലാം ഡിലീറ്റ് ചെയ്തു. ആദ്യം തുടങ്ങുകയാണ്, സ്റ്റാർട്ട് ചെയ്യണം. മേ ബി ആ മെസ്സേജ് ആയിരിക്കില്ല നിങ്ങൾക്ക് എത്തേണ്ടത് എന്ന് വിചാരിക്കണം. ഓക്കെ, പക്ഷെ ഇനി ആദ്യം ഒരു ഫുൾ ലോങ് റീഡിങ് ചെയ്യാൻ ആണ്. എനിവേ നോക്കാം നമുക്ക്. സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് ഞാൻ ഇനിയിപ്പോൾ പിന്നെ പറയാം. എനിക്കിപ്പോൾ എൻ്റെ എനർജി പോയി. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഒരു റീഡിങ് നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കട്ടെ ഞാൻ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ റീഡിങ് ഗൈഡൻസ് റീഡിങ് ഈ ഏപ്രിൽ ഇനി ലാസ്റ്റ് വരുന്ന കുറച്ച് ദിവസം. ഓക്കെ, ആദ്യം ഇനി ഒരു 10-12 ദിവസം അല്ലേ, അത്രയല്ലേ ഉള്ളൂ. 15 ദിവസം തികച്ചില്ല. ലാസ്റ്റ് 10 ദിവസം എന്ന് പിടിക്കാം നമുക്ക്. ഓക്കെ, ഒരു അവസാനത്തെ 10 ദിവസം ഇനി ഏപ്രിലിൽ നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക, നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ഉണ്ടാവും, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഓക്കെ, ആൻഡ് സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ് താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അതേ കാർഡാണ് വന്നത്. വാവ്, ഓക്കെ, കുറച്ച് മാറി. ഓക്കെ, പക്ഷേ സ്റ്റാർട്ടിങ് കാർഡ് സെയിം ആയിരുന്നു. ടെമ്പറൻസ് ആയിരുന്നു ആൻഡ് ക്വീൻ ഓഫ് സോർഡ്സ്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്, 10 ഓഫ് വാണ്ട്സ് ആണ്. എന്താണാവോ ആ മെസ്സേജ് ചിലപ്പോൾ നിങ്ങൾക്ക് എത്താനുള്ളതായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മേ ബി അതായിരിക്കില്ല എന്നത്തെ റീഡിങ്. എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് എനർജി വല്ലതും ഉണ്ടാവാം. പോട്ടെ, സാരില്ല. 9 ഓഫ് വാണ്ട്സ്, അത് വളരെ പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ എനിവേ സാരില്ല. 4 ഓഫ് വാണ്ട്സ്, 9 ഓഫ് കപ്സ്, ഏസ് ഓഫ് വാണ്ട്സ്, 3 ഓഫ് സോർഡ്സ്. ആൻഡ് ഞാൻ നല്ല എന്താ പറയുക, നമ്മുടെ എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്യുമ്പോഴേ അത് കഴിഞ്ഞിട്ട് അത് പോകുമ്പോൾ ഞാൻ വേണ്ട റീഡിങ് ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ വിചാരിച്ചു വേണ്ട, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അങ്ങനെ എൻ്റെ അടുത്ത് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല അല്ലേ. നമ്മൾ തോറ്റു തരില്ല എന്ന് പറയില്ലേ. തോറ്റു തരില്ല, ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കില്ല. എന്നെ തോൽപ്പിക്കാനാവില്ല. ഓക്കെ, ടെക്നോളജി. 10 ഓഫ് സോർഡ്സ്, തോറ്റ പോലെ ഫീലിംഗ്. എനിക്ക് ഗിവ് അപ്പ് ചെയ്യുന്ന ഫീലിംഗ് എൻ്റെ പോലെ ആയിരിക്കാം. എല്ലാം ചെയ്ത് റെഡിയായി കഴിഞ്ഞ് അവസാനം അത് നടന്നില്ല എന്ന് പറയുന്ന ഫീലിംഗ് ആയിരിക്കാം. പക്ഷേ ഓക്കെ, ഇനി ഏപ്രിലിൽ നമ്മൾ പറയുന്നത് നിങ്ങൾക്കൊരു ബാലൻസ് വരുമെന്നാണ്. ഓക്കെ, നിങ്ങളൊന്ന് ബാലൻസ്ഡ് ആവും. ബാലൻസ്ഡ് ആവുക എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒന്നും ഓവറായിട്ട് ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ ഓവർ ഇമോഷണൽ ആവില്ല, ഓവർ എന്താ പറയുക പ്രാക്ടിക്കലും അല്ല എന്ന രീതിയിൽ. ഓക്കെ, നമ്മൾ എന്തും വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഓവറായിട്ട് നമ്മൾ സന്തോഷങ്ങൾ വന്നാൽ അത് ഓക്കെ സന്തോഷം വന്നു എന്ന രീതിയിൽ എടുക്കുക. സങ്കടം വന്നാലും ഓക്കെ ശരി, ഈ സങ്കടവും മാറിപ്പോവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ആ രീതിക്ക് അവനവനെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കുറച്ച് കരയില്ല എന്നല്ല, കരഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് വീണ്ടും കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ സന്തോഷങ്ങൾ വരുമ്പോഴും അതേപോലെ ഓക്കെ ഞാൻ ഓക്കെ വന്നു അല്ലേ, ഓക്കെ ഫൈൻ എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആവുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്ന പോലെ, ബോൾഡ് ആവുന്ന പോലെ. ഓക്കെ, ഒരു അതിനാണ് പറഞ്ഞ ബാലൻസ് വരുന്നു. ഇപ്പോൾ ക്വീൻ ആവണമെന്നില്ല, കിങ്ങും ആവാം. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാവുന്ന പോലെ. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനൊക്കെ റെഡി ആവുന്ന പോലെയാണ് കാണുന്നത്. എന്തും നിങ്ങൾ ചെയ്യാൻ, എന്തും ഫേസ് ചെയ്യാൻ, അങ്ങനെ പറയാം, എന്തും ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്ന പോലെയാണ് ഇവിടെ കാണുന്നത്. കിങ് ഓഫ് കപ്സ് ഉണ്ട്. കിങ് ഓഫ് കപ്സ് നമ്മൾ ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് പറയാം. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇനി വരാം. മുന്നോട്ട് പോകുമ്പോൾ ആക്ച്വലി അങ്ങനെ ആരെങ്കിലും ഉണ്ടാവാം. അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആവണമെന്നില്ല. ഓക്കെ, ഒരു ഫ്രണ്ട് അങ്ങനത്തെ ആരെങ്കിലും. ഐ തിങ്ക് ഇന്നലത്തെ മറ്റേ റീഡിങ്ങിലും ഇത് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ആരോ സപ്പോർട്ടിനുണ്ട് നിങ്ങളെ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും തനിച്ചായിപ്പോയി നിങ്ങൾക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് പറ്റുന്ന സപ്പോർട്ട്, ആവശ്യമുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെ പറയാം. ആൻഡ് 10 ഓഫ് വാണ്ട്സ് ആണ്. 10 ഓഫ് വാണ്ട്സ് നമ്മളിവിടെ ബേർഡിൻ്റെ കാര്യമാണ് പറയുക. ഓക്കെ, 10 ഓഫ് വാണ്ട്സും 9 ഓഫ് വാണ്ട്സും ഒക്കെ പറയുന്നത് നിങ്ങൾ ഇത് അവനവനെ നിങ്ങൾ ബന്ധിച്ച് വെച്ചിരിക്കുന്ന പോലെയാണ്. നിങ്ങൾ അവനവനെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. അവനവൻ്റെ മേലെ നിങ്ങളെടുത്ത് ഈ ബേർഡൻ ക്യാരി ചെയ്യാണ്. ഓക്കെ, നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല എത്രയൊന്നും എടുക്കണം നിങ്ങളെന്ന്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് ഞാനിങ്ങനെ ചെയ്യണം, ഞാൻ ഇത്രത്തോളം എടുക്കണം ചെയ്യണം, നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള തോന്നലായിരിക്കാം. ഓക്കെ, പക്ഷെ ഇതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്, നിങ്ങൾ അവനവനെ ഒരു
എന്താ പറയുക ബന്ധിച്ച് ഒരു റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അല്ലല്ല എനിക്ക് ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അവനവനെ ഒന്നിങ്ങനെ എന്താ പറയുക ബൗണ്ടറി കെട്ടി വെച്ച് നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, അവനവൻ്റെ ഗ്രോത്ത് ആണ് നിങ്ങൾ തടയുന്നത് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ 4 of Wands ഉണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ലൈഫ് മുന്നോട്ട് നല്ലത് വരും. ഓക്കെ, ബെറ്റർ ലൈഫ് വരും നിങ്ങൾക്ക്. ചിലപ്പോൾ ഫാമിലിയുടെ ഒരു സ്ട്രെസ് ആയിരിക്കാം നിങ്ങൾ ഇത്രയും ക്യാരി ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അത് ഓക്കെയാണ്. ഫാമിലിക്ക് ഇവിടെ പ്രശ്നമൊന്നും എനിക്ക് കാണുന്നില്ല. 9 of Cups ഉണ്ട് എന്ന് വെച്ചാൽ വിഷ് ഫുൾഫിൽ എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങളുടെ ഓക്കെ ആവും, നിങ്ങൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളുടെ മേലെ കുറേ കൂടി ആ സ്ട്രെസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബേർഡൻ എടുത്ത് നിങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലി ഓക്കെ ആയിരിക്കും, പേടിക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, അതിൻ്റെതായ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഹാർട്ട് ബ്രേക്ക് ഗോ ത്രൂ ചെയ്തിട്ടുണ്ടാവാം. മുൻപ് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തോന്നുന്നത് ഒരുപാട് എഫേർട്ട് ഇടണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ അത്രയ്ക്ക് ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രത്തോളം നിങ്ങൾ ചെയ്യേണ്ട. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ തന്നെ തളർന്നു പോകും. നിങ്ങൾ തളരുന്ന സ്റ്റേജ് എത്തും. സോ ഒരുപാട് ബേർഡൻ എടുത്ത് അവനവൻ്റെ മേലെ വെക്കേണ്ട. നിങ്ങൾ അവനവനെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട. കുറച്ചുകൂടി മൈൻഡ് ഒന്ന് ഓപ്പൺ ആക്കി ഫ്രീ ആക്കി വിടുക. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അതാണ് വേണ്ടത്, മെയിനായിട്ട് അതാണ് വേണ്ടത്. ഓക്കെ, നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ പറയില്ലേ ഒരുപാട് ബേർഡൻ എടുത്തു കഴിഞ്ഞാൽ എന്താവെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചതും നടക്കില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ടാവും, അതുപോലും ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. സോ ഓർക്കുക അതെപ്പോഴും. ഓക്കെ, ശരിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ നടക്കാതെ ആയിപ്പോവും. അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തണ്ട. ഓക്കെ, ആൻഡ് 4 of Wands, യെസ്, നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരുമെന്ന് പറയാം. വീടൊക്കെ കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ്, അത് പോസിബിൾ ആണ്. ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. മാരേജ്, ഫാമിലിയുടെ ഒരു സ്റ്റെബിലിറ്റി എല്ലാം വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുള്ളതെല്ലാം നടക്കും. ഓക്കെ, പക്ഷേ അഗെയിൻ ഇതുണ്ടോ 9 ഒരു 9 നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളും നടക്കും എന്നാണ് കാണുന്നത്. പക്ഷെ ആ ആഗ്രഹം എത്തണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവനവനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ആഗ്രഹങ്ങൾ എത്താനുള്ള ഒരു എന്താ പറയുക തടസ്സം നിങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങളാണ് അവനവനെ ബന്ധിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എത്താൻ സാധിക്കും, എല്ലാം ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക്. പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ ഈ ബേർഡൻ ഒന്ന് നിങ്ങൾ താഴെ ഇടണം. ഓക്കെ, ഈ ബേർഡൻ ഒന്ന് താഴെയിട്ട് നിങ്ങളൊന്ന് ലേശം ഫ്രീ ആയിട്ട് വരണം. പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, എല്ലാം വോൺസ് ആണ്, നോക്കിക്കോളൂ. ഓക്കെ, ഇത് 1 ആണ്. 9, 10 ഏറ്റവും കൂടുതൽ ബേർഡൻ നമ്മൾ ക്യാരി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിനെ താഴെ ഇട്ടിട്ട് ഒന്നെടുത്താൽ മതി. ഒന്ന് നിങ്ങൾ ശ്രമിച്ചാൽ മതി. ഒന്നെടുത്ത് നിങ്ങൾ പരിശ്രമിച്ചാൽ മതി. ഒന്നിനെ നല്ല രീതിക്ക് നിങ്ങൾ ചെയ്തുകൊണ്ട് പോയാൽ മതി. ഓക്കെ, ഒന്നിൽ നിങ്ങൾ ഗ്രോത്ത് കൊണ്ടുവരാൻ ശ്രമിക്കൂ. ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊണ്ടുവരൂ. ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കൂ. ഒരു കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തുടങ്ങുമ്പോൾ അതിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടും. ഓരോന്നായിട്ട് ചെയ്തു വരാം. ഓക്കെ, എല്ലാം കൂടെ ഒന്നിച്ച് ചിലപ്പോൾ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. സോ ഓരോന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യം എടുത്ത് നിങ്ങൾ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എല്ലാം സക്സസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ലൈഫിൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. മുൻപ് നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടാവും. അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്നത്. മുമ്പ് എപ്പോഴോ എനിക്ക് വേദന വന്നിട്ടുണ്ട്, എനിക്കൊരു സ്ട്രെസ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ ഇമോഷണൽ പേഴ്സൺ ആയിരുന്നിരിക്കാം മുൻപ്. ഓക്കെ, ഇപ്പം നിങ്ങൾ പക്ഷേ ഈ ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ മാറിയിട്ടുണ്ട്, നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ മാറ്റം കൊണ്ടുവരാം. ഓക്കെ, ഈ ഒരു ഇമോഷണലായിട്ട് എന്തും വരുമ്പോഴേക്കും വളരെ ഇമോഷണലായിട്ട് തകർന്നു പോകുന്ന ഒരു പേഴ്സൺ ആവാതെ നിങ്ങൾ കെയറിങ് ആണ്. ആക്ച്വലി നിങ്ങളത് ഒരു റോങ് അല്ല കേട്ടോ. ഇങ്ങനെ ആവുന്നതും നമ്മൾ തെറ്റൊന്നുമല്ല. ഓക്കെ, നിങ്ങൾ ഒരുപാട് എല്ലാവരും കെയർ ചെയ്യുന്ന ആളാണ്. എല്ലാവർക്കും അങ്ങോട്ട് കെയർ കൊടുക്കുന്ന ആളാണ്. എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കും ഇതിനും ആയിരിക്കും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങൾ അവനവന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല നിങ്ങൾ. ഓക്കെ, അവനവന് വാല്യൂ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ കൊടുക്കുന്ന മുഴുവൻ മറ്റുള്ളവർക്കാണ്. പക്ഷെ എന്താ നിങ്ങൾ ചെയ്യുന്ന ആ ബേർഡൻ കൊണ്ട് നിങ്ങൾ അവനവനെ തന്നെ നിങ്ങൾ ഈ ഒരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഹാർട്ട് ബ്രേക്കും നിങ്ങളുടെ ലൈഫിൽ സങ്കടങ്ങളും ടെൻഷനുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയി വരാം. നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യാൻ പഠിക്കുക. ഈ ഇമോഷണൽ ആക്ച്വലി ഇങ്ങനെയാണ്. ഇതാണ് രണ്ടും കണ്ടോ, ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ. ഇതാണ് നമ്മൾ പറയുന്നത്. വേണ്ടവിടെ ഇമോഷണൽ ആവണം, വേണ്ടവിടെ പ്രാക്ടിക്കലും ആവണം. രണ്ടും ആവാൻ നമ്മൾ പഠിക്കണം. ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. ഇത് ലേഡീസ് ആയിട്ട് എടുക്കേണ്ട. ഓക്കെ, സോറി, ഇന്നത്തെ റീഡിങ് ഞാൻ ഇത്രയും നേരം ഇവിടെ ജെൻസിൻ്റെ കാര്യം പറഞ്ഞില്ല. ജെൻസ് എല്ലാവർക്കും മാറ്ററാണ്. എല്ലാവർക്കും ഒരേ. ആക്ച്വലി ഇത് കിങ് ആണ്, ഞാൻ വായിച്ചില്ല. നൈറ്റ് ആണ് കേട്ടോ, നൈറ്റ് ഓഫ് കപ്സ് ആണ്. എന്തായാലും ശരി, ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ എന്ന രീതിയിൽ ഞാനതാ പറഞ്ഞ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, പേടിക്കണ്ട. നിങ്ങൾ ബാലൻസ് ചെയ്യുക. അവനവനെ ഒന്ന് നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നാൽ തന്നെ ലൈഫിൽ നിങ്ങൾക്ക്, അതായത് ഇതും അതാണ് പറഞ്ഞത്, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ചിലപ്പോൾ ഓവറായിട്ട് പ്രാക്ടിക്കലായിട്ട് ഇല്ല ഞാൻ ഇതും ചെയ്യണം അതും ചെയ്യണം, എനിക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം, അവർക്ക് വിഷമങ്ങൾ വരാൻ പാടില്ല, അവരെ കാര്യങ്ങൾ നടക്കണം, ഞാനിത് ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ മേലെ എടുത്ത് വെക്കുക. അതായത് അവർക്ക് പറ്റിയില്ല, അയ്യോ അവരെ കൊണ്ട് സാധിക്കില്ല, ഞാൻ ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾ അവനവനെ തന്നെ തളർത്തുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതും ഞാൻ ഉറപ്പിച്ച് പറയാം. ഓക്കെ, സോ അത് മനസ്സിലാക്കുക എപ്പോഴും.
ഓക്കെ, ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക, ഒന്നോ രണ്ടോ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നത്ര, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നത് മാത്രം എടുക്കുക. അതിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ കഴിവ് എന്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിലെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്സും സ്റ്റെബിലിറ്റിയും നിങ്ങളുടെ എല്ലാം ഫാമിലി ആയാലും കരിയർ ആയാലും എല്ലാം നിങ്ങൾക്ക് ഗ്രോത്ത് ആഗ്രഹിച്ച് നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പൊസിഷനിലാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരാൻ തുടങ്ങുന്ന ഈ ഏപ്രിലിൽ ഇപ്പം ലാസ്റ്റ് നമ്മൾ കുറച്ച് ദിവസത്തിൽ പറയുന്നത് നിങ്ങളുടെ ഒരു ഗ്രോത്തിൻ്റെ സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവനവനെ ഒന്ന് ഗ്രോ ചെയ്യുക, അവനവനെ ഒന്ന് മാറ്റിക്കൊണ്ടുവരാം. ഓക്കെ, ആൻഡ് സ്ട്രോങ് ആക്കി കൊണ്ടുവരാം, സ്ട്രോങ് ആയിട്ട് എല്ലാം ഡീൽ ചെയ്യാൻ പഠിക്കുക. എനിക്ക് ഞാൻ കുറേ നേരം നേരത്തെ സംസാരിച്ചാണ്, അതുകൊണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ എനർജി ഡൗൺ ആണ്, എന്നാലും ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യേണ്ട റീഡിംഗ് എന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, അങ്ങനെ പറ്റില്ലല്ലോ. വാവ്, ബ്യൂട്ടിഫുൾ എൻകേജിങ്, ഹീലിംഗ് ദ ഹാർട്ട്. ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ് അല്ലേ എനർജി. ആൻഡ് ഇൻ ടു മീ ഐ സീ ദ അൺചാർട്ടഡ്. ഇത് നേരത്തെ വന്നിരുന്നു, ഇതേ കാർഡ്സാണ് ഞാൻ എടുത്ത്. ക്വയറ്റനിങ് ദ മൈൻഡ് ആൻഡ് വൺ മോർ സ്മോക്ക് ആൻഡ് മിറേഴ്സ്. ഇതും വന്നു കേട്ടോ നേരത്തെ. വാവ്, കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ബേസ്റ്റ് ഓഫ് മാജിക്. നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ഒരു സഡൻ മാറ്റം വരും, ഒരു സഡൻ ചേഞ്ച് വരും. നിങ്ങൾക്കൊരു വിചാരിക്കാതെ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറക്കിൾ സംഭവിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ആ മാറ്റം തന്നെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, അങ്ങനത്തെ മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, ഇവിടെ ഇതെന്തായിരുന്നു, സോറി, ഹീലിംഗ് ദ ഹാർട്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും മുൻപ് ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമങ്ങൾ നിങ്ങളെ തളർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഹീൽ ചെയ്യുക, ഫൊർഗീവ് ചെയ്ത് വിടാം. ഓക്കെ, ലെറ്റ് ഗോ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഹാർട്ട് ഓപ്പൺ ആയിട്ട് വരണം. ഓക്കെ, സ്ട്രെസ് ഒന്ന് റിലീഫ് കൊണ്ടുവരിക. ബ്യൂട്ടിഫുൾ അൺകേജിങ്. അതാ പറഞ്ഞത്, നിങ്ങൾ മൈൻഡ് ഓപ്പൺ ആവാൻ തുടങ്ങുകയാണ്, ഹാർട്ട് ഓപ്പൺ ആവാൻ തുടങ്ങുകയാണ്. എന്തും നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള കറേജ് കിട്ടാൻ തുടങ്ങും. പേടിയില്ല, ഓക്കെ, പേടികളില്ലാതെ, ഓക്കെ, റെസ്ട്രിക്ഷൻ ഇല്ലാതെ നിങ്ങൾ ഓപ്പണായിട്ട് എന്തും ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാം. ആൻഡ് ഇതെന്തായിരുന്നു, ഇൻ ടു മീ ഐ സി. യെസ്, ഇത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുക എന്ന് പറയും അല്ലേ. നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ നമ്മുടെ കേൾക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതിക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അവനവനിലെ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാം. ഒരുപാട് മറ്റുള്ളവർ തരുന്നത് മുഴുവൻ എടുത്ത് തലയിൽ വെച്ചിട്ട് അവസാനം നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾ എന്താണെന്നുള്ളത് അല്ലേ. അപ്പം നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കഴിവുകൾ എന്താണ് അതിനെ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് സക്സസ് വരുള്ളൂ. ക്വയറ്റനിങ് ദ മൈൻഡ്, ഇത് ഐ തിങ്ക് മെഡിറ്റേഷൻ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, രണ്ട് കാർഡും അതാ പറയുന്നത്, നിങ്ങളൊന്ന് ശാന്തമായിരുന്ന് നിങ്ങളുടെ കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അൺചാർട്ടേഡ് സീ, നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഒരു പുതിയ കാര്യമാണെങ്കിൽ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും. എനിക്കറിയാത്ത കാര്യമാണ്, എങ്ങനെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം മാറ്റമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഞാനിത് ചെയ്യുക, പുതിയ സ്ഥലത്ത് എങ്ങനെയാണ്, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ പേടികൾ ഉണ്ടാവും. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ അല്ല. സ്മോക്ക് ആൻഡ് മിറർ ആണ്. സോ കുറച്ച് കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് ക്ലിയർ ആവാനുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ക്ലാരിറ്റി വരും മുന്നോട്ട്. ഓക്കെ, ആ ക്ലാരിറ്റി വരാൻ ഐ തിങ്ക് ഈ മെഡിറ്റേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നിങ്ങൾ എന്തെങ്കിലും പുതിയ തുടങ്ങുന്നുണ്ടെങ്കിൽ അഗെയിൻ പേടിക്കാതെ മുന്നോട്ട് പോവാം. എല്ലാം നമ്മൾ യൂണിവേഴ്സിൽ സമർപ്പിക്കുക. എന്തും നമ്മുടെ ഉള്ളിൽ ആ ഒരു കറേജ് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക അത്. ഓക്കെ, എല്ലാം ഫേസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്. ഓക്കെ, എനിവേസ് സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ നമ്പേഴ്സ് കൂടി പറഞ്ഞേക്കാം, നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ആണ് എപ്പോഴും കേൾക്കാൻ അല്ലേ. 23 അല്ലെങ്കിൽ 5, 8, 46 ആണ്. അപ്പോൾ 10 എന്ന് പറയാം, 1 എന്ന് പറയാം. 14 അഗെയിൻ 5 ഇവിടെയുണ്ട്, മാറ്റങ്ങളുടെ നമ്പർ. ഓക്കെ, ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാന്ന് ആക്ച്വലി ഇതും ഉണ്ട്, 5 ആണ്. 5 ഒരുപാട് ഐ തിങ്ക് ചേഞ്ചസിൻ്റെ കാര്യം വരുന്നുണ്ട്. മാറ്റങ്ങൾ നിങ്ങളിൽ കൊണ്ടുവരാം. ഓക്കെ, ആക്ച്വലി 5 വരാൻ പോവുകയാണ്, മെയ് ആണ് വരാൻ പോകുന്നത്. സോ മെയിലേക്ക് ഓക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാം. നിങ്ങൾ ബോൾഡ് ആവാൻ തുടങ്ങുക. നിങ്ങൾ എപ്പോഴും ഒരു പെയിൻഫുൾ ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ അവനവനെ സ്ട്രോങ് ആക്കി കൊണ്ടുവരാം. 42, 6 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്പേഴ്സ്. ഇവിടെ ഒരു 48 ആണ്. സോ 12 അല്ലേ, 12, 3 ഇതൊക്കെയാണ് നമ്പേഴ്സ് ഇവിടെ നിങ്ങൾക്ക്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.